നാട് മൊത്തം ചുടലപ്പറമ്പാക്കിട്ട് ആ കാലനും ഓളും കൂടി ആ നാടിന്റെ മൊത്തം പിടികിട്ടാ പുള്ളിയായിട്ട് മാറി. അന്ന് രാത്രി തന്നെ 9 മണിക്ക് എക്സ്പ്രസിൽ കയറിയിട്ട് ഒരു നേരെ പറന്ന് സ്വപ്നങ്ങളുടെ പരദീസയായ ദുബായിലുണ്ട്. എന്നിട്ട് പിന്നെ ആ നായർ ചക്കന് എന്ത് സംഭവിച്ചു? നിങ്ങൾക്കറിയാം എന്ത് സംഭവിച്ചെന്ന്? ഓൻ അവിടുത്തെ വലിയൊരു കച്ചവടക്കാരനായി. ബിസ്ക്കറ്റും കച്ചവടം. നിങ്ങൾ വിചാരിച്ച പാർലജിന്റെ ബിസ്ക്കറ്റ് അല്ല, ഇത് കളി വേറെ ലെവല്. കണ്ടോളി മക്കളെ ഓന്റെ സാമ്രാജ്യം. ഒന്നാം തരം സ്വർണ്ണക്കടത്താണ് ഓൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കലവറാണ് ഓന്. അങ്ങനെ ഓൻ അവിടുത്തെ വലിയൊരു ഗോൾഡ് സ്മഗ്ലർ ആയിട്ട് മാറി ദുബായിൽ. അങ്ങനെ ഓൻ അവിടുത്തെ ഒരു രാജാവും ഓൾ അവിടുത്തെ ഒരു രാജ്ഞിയുമായിട്ട് മാറി. പിന്നെ അവർക്ക് സംഭവിച്ചത്, അവരുടെ കയ്യിൽ പിന്നെ ബെൻലി ഉണ്ട്, ജാഗോർ ഉണ്ട്, ബെൻസ് ഉണ്ട്. അങ്ങനെ വലിയൊരു ജീവിതം തന്നെ അവർ നയിച്ചു. ഇനി നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം എവിടെ നമ്മളുടെ കഥാനായകനും കഥാനായികയും, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓൻ നേരെ അവന്റെ പേരായ പുഷ്പൻ എന്നുള്ള പേരങ്ങ് മാറ്റിയിട്ട് ഓന്റെ അപ്പാപ്പന്റെ പേരങ്ങ് സ്വീകരിച്ച് പുരുഷോത്തമൻ. ഇന്ന് ഓൻ അറിയപ്പെടുന്നത് ദുബായിലെ പുരുഷോത്തമനാണ്. ആ പുരുഷോത്തമനാണ് നിങ്ങൾ ഇത് കാണുന്നത്. പുരുഷോത്തമൻ അനക്കൊരു ട്രൗസർ ഇട്ടൂടെ പുരുഷോത്തമ, എനിക്ക് കാണാൻ പറ്റാതെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവും എവിടെ നമ്മുടെ കഥാനായിക. നമ്മുടെ കഥാനായികയാണ് ഗൂഡല്ലൂർ ദേവിയാനി. അതായത് ഓമനയുടെ അമ്മയുടെ പേരായ ഗൂഡല്ലൂർ ദേവിയാനി. അങ്ങനെ പേരിലോട്ട് അവള് മാറി. ഇതാണ് നമ്മൾ പറഞ്ഞ ഗൂഡല്ലൂർ ദേവിയാനി. അയ്യോ എന്റെ അമ്മച്ചിയെ, തിരിച്ചു വെച്ച യാ റഹ്മാനെ, തിരിച്ചു വെക്കാനും പറ്റല്ല. പിന്നിക്കൊണ്ടെല്ലാം എടുത്തു മാറ്റി.